ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമുക്ക് നല്ല ചായക്കടയിലൊക്കെ കിട്ടുന്ന വെട്ട് കേക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. നല്ല സൂപ്പറാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെട്ട് കേക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇതാ ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് 1/2 ഗ്ലാസ് പഞ്ചസാരയും 2 ഏലക്കായും ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്ത്, എന്നിട്ടൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് കൊടുത്ത്, എന്നിട്ട് ആ പഞ്ചസാര ഇട്ടൊന്ന് മിക്സ് ചെയ്ത്, പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂണ് നെയ്യും ഇട്ട് കൊടുത്ത്, എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത്, പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ നേരെ പകുതി 1/2 ഗ്ലാസ് നമ്മുടെ റവ എന്ന് പറയുന്നത് എന്താ പറയുക, കുറച്ച് നല്ല തരിതരിയുള്ള റവ തന്നെ എടുക്കാൻ നോക്കുക. അപ്പമാണ് നമുക്ക് ആ കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ വരിക. നല്ല തരി ആയിട്ടില്ല, ഇത് കുറച്ച് നൈസായിട്ടുള്ള റവയാകുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ടാവും, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ പിന്നെ വേറൊരു വെള്ളമൊന്നും ഒഴിക്കണ്ട, ആ ഒരു മുട്ടേൻ്റെ വെള്ളത്തിൽ തന്നെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് മാവ് കുറച്ചൊരു ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മൈദയും കുറച്ച് റവയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും കൂടി ഒന്ന് തൂവി കൊടുത്തോ. എന്നിട്ടിതാ അതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് പരത്തിയെടുക്കുക. അധികം ഒന്നും പരത്തേണ്ട ആവശ്യമില്ല. കുറച്ച് പൊടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തിയിട്ടെടുക്കുക. എന്നിട്ടിതാ ഈ ഒരു കട്ടിയിലാണ് നമ്മൾ പരത്തി എടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാവുന്നതാണ്. എൻ്റെ ഷേപ്പൊക്കെ അങ്ങനെയാണ്, അത് ആരും മൈൻഡ് ചെയ്യണ്ട. ഞാൻ പല ഷേപ്പിലും കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടിതാ ഇതുപോലെ ഒരു ഇങ്ങനെ സെൻറ്ററിലൊരു മുറിയും കൂടി കൊടുക്കുക, കുറച്ച് നല്ലോണം തന്നെ. എന്നിട്ട് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, പക്ഷെ അത് വെന്ത് കിട്ടില്ല. അപ്പോൾ അത് ലോ ടു മീഡിയത്തിൽ തന്നെ ഇട്ടിട്ട് നോക്കി ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ചൂടോടുകൂടി കഴിക്കാൻ പാടില്ല, കുറച്ചല്ല നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം മാത്രം കഴിക്കുക. എന്നാലേ നമുക്ക് ആ കടയിൽ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റ് വരും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും, നല്ല സൂപ്പർ സംഭവമാണ്. ഇത് നമുക്ക് സൈസൊക്കെ നമ്മളെ ഇഷ്ടത്തിനാക്കി എടുക്കാം കേട്ടോ. ഇതിപ്പം ഞാൻ ചെറുതായിട്ടാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്, കട്ട് ചെയ്തെടുത്തത്. നല്ല വലുതായിട്ട് നമുക്ക് കടയിൽ നിന്ന് കിട്ടൂലേ വലിയ വെട്ട് കേക്ക്, അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതൊക്കെ നമ്മളെ ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.